ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് ഡ്രീം വേൾഡ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ജബൽ അക്തർ വീഡിയോ പാർട്ട് 2 ആണ്. നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് അൽ ഷിറാഖ് എന്നാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. നമ്മളപ്പോൾ ഇവിടെ അൽ ഷിറാഖിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി ഒരു വ്യൂ പോയിന്റ് വാലി എന്നൊക്കെ പറയാം. ഇവിടെ കുറേ ആൾക്കാർ ഒരു വില്ലേജ് പോലെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ ഇങ്ങനെ കൂടിച്ചേർന്ന് ഇങ്ങനെ കുറേ വീടൊക്കെ വെച്ച് താമസിക്കുന്ന സ്ഥലമാണ്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നൈറ്റിലൊക്കെ വന്നാൽ തന്നെ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യാനും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വാലി പോലെയാണ് അവിടെ. ടെറസ് ഫാമിങ്ങും വീടുകൾ, മല ഇങ്ങനെ തട്ടായിട്ട് നിൽക്കുന്ന നല്ലൊരു രസമാണ്. അവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ കയറ് കെട്ടിയിട്ടേക്കുന്ന ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊടുക്കാനുള്ളതാണ്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടില്ലേ? അവിടുന്ന് കയറിട്ടിട്ട് അങ്ങനെ, ബിക്കോസ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ട് കൊടുക്കും. നല്ലൊരു സ്ഥലം. ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാനും നൈറ്റ് വന്ന് ക്യാമ്പ് ഫയർ ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം. ജബൽ അക്തർ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ജൂലൈ ടു ഒക്ടോബർ ആണ്. ഇവിടെ കാണുന്ന ചെറിയൊരു വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം. അടുത്ത പോകാൻ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഒരു തോട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ അവിടുത്തെ. നമ്മളൊരു തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സീസൺ ഒരു ജൂലൈ ടു ഒക്ടോബർ ഒക്കെയാണ്. നല്ല പോലെ പിടിച്ചിങ്ങനെ നിൽക്കും. ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽക്കുക. അനാറൊക്കെ നല്ലപോലെ ഉണങ്ങി നിൽക്കുക. കണ്ടില്ലേ? സീസൺ സമയത്ത് വന്നാൽ നിറച്ച് കിട്ടും കേട്ടോ. മുന്തിരിയൊക്കെ ഉണ്ട്, അതുപോലെ പിയർ അങ്ങനത്തെ ഒക്കെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. ഇത് മുന്തിരി ഷെഡാണ്. ഇവിടെ സീസൺ ആകുമ്പോൾ നിറച്ച് മുന്തിരി പിടിക്കാറുണ്ട്. ഇപ്പോൾ സീസൺ അല്ല, അതുകൊണ്ട് എല്ലാം കരിഞ്ഞു നിൽക്കുക. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അടുത്ത പോകാൻ പോകുന്ന സ്ഥലമാണ് വാദി അൽ ഹബീബ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോയുടെ ഒരു ഹൈലൈറ്റ് തന്നെ ആ ഒരു സ്ഥലമായിരിക്കും. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ ആണ് അവിടുത്തത്. ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട് പറയാം. നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വാദി അൽ ഹബീബ് എന്നാണ് പേര്. 2 പോർഷൻ ഉണ്ട്. ഇത് ലെഫ്റ്റിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പോർഷനാണ്, റൈറ്റിൽ വേറെ ഉണ്ട്. ഇത് ഒരു അടിപൊളി ഒരു വ്യൂ ആണ്. വാലി പോലെ അടിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ മീൻസ് മൗണ്ടൻ ക്ലൈംബിങ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അടിപൊളി സ്ഥലമൊക്കെ. പണ്ടത്തെ ആൾക്കാരൊക്കെ ഇവിടെ മീൻസ് പണ്ട് കാലത്തെ ആൾക്കാർ ഈ സ്ഥലത്ത് ജീവിച്ചിരുന്നു എന്നാണ് കേൾവി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ ഗുഹകളൊക്കെ ഉണ്ടാക്കിയിട്ടേക്കെന്നാണ് പറയുന്നത്. ഇത് ചെറുതായിട്ടൊരു എക്കോ പോയിന്റും കൂടെ ആട്ടോ. അതൊക്കെ ഇങ്ങനെ സറൗണ്ടഡ് ആണ് മൗണ്ടൻസ് ആയിട്ട്. നടുക്ക് നമുക്ക് നിന്ന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര ടെക്സ്പേർട്ട്. തീരുമാനിച്ചപ്പോൾ തന്നെ നിങ്ങളെ കാണിക്കണം എന്ന് വെച്ചൊരു സ്ഥലമാണ് വാദി അൽ ഹബീബ്. അവിടെ 2 പോർഷൻസ് ആണ്, ലെഫ്റ്റും റൈറ്റും.
രണ്ടും നല്ല രസമാണ്. പക്ഷെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ എല്ലാ ആളുകളും പോകുന്നില്ല. സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നാലും ആരും അങ്ങനെ പോകാറില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ 2 സൈഡിലും കാണിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ 2 പേരെ? ഞങ്ങളിവിടെ വന്നിട്ട് ആകെ കണ്ട് ഇവർ 2 പേരെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം ആൾക്കാരും വരാറില്ല ലെഫ്റ്റ് സൈഡിലേക്ക്. നമ്മളിപ്പോൾ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഉള്ളോട്ട് വന്നു. റോഡ് വഴി കാണാലോ, നല്ല അടിപൊളി വഴിയാണ്. പക്ഷെ പ്രായമുള്ളവരായിട്ട് വരുന്നവർക്കും അതുപോലെ തന്നെ കുട്ടികളായിട്ട് വരുന്നവർക്കും കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷെ ട്രക്കിംഗ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ അടിപൊളി റോഡാണ്. വഴി കണ്ടില്ലേ, വാതി മഴ പെയ്യുന്ന സമയത്ത് വാതി ഒഴുകി പോകുന്ന വഴിയാണ്. വെള്ളം ഭയങ്കര ശക്തിയായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോകും ഇതുവഴി. ആ സമയത്തൊക്കെ ഇവിടെ വരുന്നത് കുറച്ച് എന്താ പറയുക, ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ടാണ് കേട്ടോ. അത്യാവശ്യം സ്റ്റാമിനയൊക്കെ വേണം. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്നത്, തിരിച്ച് സ്റ്റെപ്പ് കയറാനും കുറച്ച് എനർജിയൊക്കെ വേണം. ഇവിടെ ഇല്ല, അധികം ആൾക്കാരൊന്നും ഇല്ല. നല്ല അടിപൊളി ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇതിലേക്കൂടി ഇങ്ങനെ വെറുതെ നടക്കാൻ തന്നെ നല്ല രസമാണ്. ഒരു പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. ടെൻഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു സ്ട്രെസ് റിലീവ് തന്നെയാണ് ഈ സ്ഥലം. ഇവിടം കൊണ്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുക. നമ്മളിപ്പോൾ വാദി അൽ ഹബീബിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അമ്പാടിയാണ് ആദ്യം ചാടി പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ സ്റ്റെപ്സ് സെയിം തന്നെ, ലെഫ്റ്റ് കണക്ക് തന്നെ റൈറ്റിലും സ്റ്റെപ്സ് ഒക്കെ ഇട്ടിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. കുറെ നാൾക്ക് ശേഷമാണ് ഔട്ടിങ്ങിനൊക്കെ പോകുന്നത്. അതുകൊണ്ട് തന്നെ അമ്പാടിക്ക് നല്ല സന്തോഷമാണ്. കുറെ നാളെ പുറത്തിറങ്ങിയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോഴൊക്കെ. അമ്പാടി മാത്രമല്ല, ഞങ്ങൾ ഫാമിലി മൊത്തത്തിൽ നല്ല എൻജോയ് ആണ് സ്ഥലം. നല്ല രസമാണ് സ്ഥലം കാണാൻ. ഇതാണ് ഫലജ്. ഇവിടുത്തെ അഗ്രികൾച്ചറിന് മീൻസ് ലൈക്ക് വാട്ടറിങ് പ്ലാന്റ്സിന് വാട്ടർ ചെയ്യുന്ന എല്ലാം ഈ ഫലജിലൂടെയാണ്. ഇവിടെ മഴക്കാലം ആകുമ്പോൾ നിറച്ച് വെള്ളമായിരിക്കും. ഇപ്പോൾ വെള്ളമില്ല അധികം. ഇവിടുത്തെ എല്ലാ ചെടികളും ഇങ്ങനെ തന്നെ വളരുന്നത് ഫലജിലൂടെ, അല്ലാതെ ആൾക്കാർ ഡെയിലി വന്ന് വെള്ളം ഒഴിക്കലും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. പിന്നെ ഇവിടുത്തെ
വെതർ ഭയങ്കര ആപ്റ്റാണ്. ഈ പൊമഗ്രാനൈറ്റ്, പീച്ചസ്, അങ്ങനെ ആപ്രിക്കോട്ട് അങ്ങനത്തേനൊക്കെ വേഗം കിളിപ്പിക്കാൻ നല്ല ആപ്റ്റാണ്. അതുകൊണ്ട് തന്നെ കിട്ടുള്ളൂ. പിന്നെ ഈ വെള്ളം നല്ല ഔഷധമാണ്. ഇതിപ്പോൾ വാദി അൽ ഹബീബിൻ്റെ റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടിട്ട് കുറേ പണ്ടത്തെ ആൾക്കാർ താമസിച്ചിരുന്ന ഫോർട്ടൊക്കെ ഉണ്ട്. കുറച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ ഈ ഫലജ് കണക്കത്തൊക്കെ കുറേ കാണാം കേട്ടോ, വാദിയൊക്കെ ഒഴുകുന്നതൊക്കെ. അടിയിൽ ഫുള്ള് തോട്ടമായിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് ഒന്നും ഇല്ലാത്തത്. റൈറ്റ് സൈഡിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മൊത്തത്തിൽ റൈറ്റും ലെഫ്റ്റും കൂടി ചേരുമ്പോഴാണ് വാദി അൽ ഹബീബ് ആവുന്നത്. നമ്മളപ്പോൾ തിരിച്ചു പോവുകയാണ് ഇവിടുന്ന്. ഇവിടെ ഈവനിങ് ടൈമിലാണ് കൂടുതൽ തിരക്ക്. നല്ല റഷായിട്ടുണ്ട് ഇപ്പം തന്നെ, കണ്ടില്ലേ? ഇതിപ്പോൾ ഒരു 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ജബൽ അക്തർ മൊത്തം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി ഒരു പോർഷൻ പോലും കവർ ചെയ്തിട്ടില്ല. ആക്ച്വലി ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. നിങ്ങൾ വന്നാൽ ഭയങ്കര എൻജോയബിൾ ആയിരിക്കും ട്രിപ്പ്, അത് ഞാൻ ഗ്യാരണ്ടി. പിന്നെ വൺ ഡേയിലൊക്കെ വന്നാൽ അങ്ങനെ മൊത്തം കാണാനൊന്നും പറ്റില്ല കേട്ടോ. മാക്സിമം ഒരു 2 to 3 days എങ്കിലും വരണം. ഇതിപ്പോൾ ഞങ്ങൾ കുറച്ചേ ഇറങ്ങിയിട്ടുള്ളൂ, ഇനി കുറച്ചുകൂടെ ഇറങ്ങാനൊക്കെ ഉണ്ട്. പിന്നെന്താ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ജബൽ അക്തർ മുഴുവനും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെക്കൻഡ് ടൈം വരുന്നതായിരിക്കും. അഥവാ ഒരു പ്ലാൻ ഉണ്ട് ഇങ്ങനെ വരണം എന്ന്. അഥവാ വരുവാണെങ്കിൽ ഉടനെ തന്നെ ജബൽ അക്തർ പാർട്ട് 3 വരുന്നതായിരിക്കും. നിങ്ങളെന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം മാളവിക.